ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് എൻ്റെ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ കൊടുക്കാനൊന്നും ഞാൻ ആരുമല്ല. ബട്ട് എനിവേ, ഇത് ക്ലബ് എഫ് എമ്മിൻ്റെ ഒരു ന്യൂ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഇൻ ടൗൺ എന്ന് പറഞ്ഞൊരു പുതിയ സെഗ്മെൻറ്റ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പുതിയ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു പരിപാടി. അപ്പോൾ അതിലേക്ക് അവരെന്നെ ആദ്യം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു, അയ്യോ വേണോ വേണ്ടേ, ലൈക്ക് ഞാൻ എന്ത് പറയാനാ പോയിട്ട്. പിന്നെ ഞാൻ കരുതി ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് നമ്മളത് മിസ്സാക്കണ്ടല്ലോ. ഞാനാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഒരു ഡ്രീം ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം നമുക്കിങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം നമ്മളത് വെറുതെ കളയണ്ടെന്ന് കരുതി ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു ഇൻ്റർവ്യൂവിന് പോവാണ്. വെനസ്ഡേ ആയിരിക്കും അതിൻ്റെ ഔട്ട് വരുന്നത്. ലൈക്ക് ഇന്ന് ഫ്രൈഡേ അവർ ഷൂട്ട് ചെയ്തിട്ട് വെനസ്ഡേ ആയിരിക്കും അതിൻ്റെ ഔട്ട് പുറത്ത് വരും. 10:30 11 ഉള്ളിൽ അവിടെ എത്താനാണ് പറഞ്ഞത്. ഇപ്പം തന്നെ 9:30 കഴിഞ്ഞു. ഞാനാണെങ്കിൽ ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്തിരുന്നു ഇന്ന ഡ്രസ്സ് ഇടാന്നുള്ളത്. പക്ഷെ അത് ഇന്നിട്ട സമയത്ത് എനിക്കെന്തോ ഭംഗി തോന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഡ്രസ്സ് കണ്ടുപിടിക്കണം. ഒന്നിനും ടൈമില്ല. ഞാനാണെങ്കിൽ ഹെയർ വാഷ് ചെയ്തു. അതുകൊണ്ട് ഹെയർ നന്നായിട്ട് വെറ്റായിരിക്കുകയാണ്. ഇതെപ്പോൾ ഇനി ഡ്രൈ ആവുമെന്ന് എനിക്കറിയില്ല. എല്ലാം കൊണ്ടും നല്ല അലക്കുലത്തായി നിൽക്കുന്ന സമയമാണിത്. സോ എനിവേ, ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്, പക്ഷേ കുറച്ച് നെർവസാണ്. എനിക്കറിയില്ല, ലൈക്ക് നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഇത് പലർക്കും ഇതൊരു കുഞ്ഞു കാര്യമായിരിക്കും, പക്ഷേ എനിക്കിത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. ബിക്കോസ് ഞാനിതൊക്കെ ഒരുപാട് ഡ്രീം ചെയ്ത കാര്യമാണ്. അപ്പം അങ്ങനെ കിട്ടുന്ന സമയത്ത് ഐ എം സോ ഹാപ്പി. സോ ഓക്കെ, ഞാനിനി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, ഒന്ന് റെഡി ആവണം. ഓക്കെ, എല്ലാം ഞാൻ കാണിക്കാൻ പറ്റണമെങ്കിൽ കാണിക്കാം. ഓക്കെ, ബൈ. അങ്ങനെ ഒരു കണക്കിന് റെഡിയായി. സോ ഇനി പോവാൻ പോവാണ്. അവിടെ എത്തിയിട്ട് കാണിക്കാം കേട്ടോ. അവിടെ എത്തിയിട്ട് എന്താ ചെയ്യുക, വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പറഞ്ഞ സമയത്ത് എത്തുമെന്ന് എനിക്കറിയില്ല. ഇപ്പം തന്നെ 10:05 10:10 ആയി. അപ്പോൾ ഞാൻ പോട്ടെ, ബൈ. നമ്മളിപ്പോൾ ഇവിടെ വന്നു, എന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് കുറേ ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരെന്തോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ഹായ്. ഇനി എത്ര നേരം വെയിറ്റ് ചെയ്യും വിഷ്ണു? ഇനി എന്നെ പാവം വിഷ്ണു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു. കഷ്ടപ്പാടന്നെ ഇങ്ങനത്തെ ഒരു ഭാര്യ ഉണ്ടായത്. ഉണ്ടായതല്ലോ. കഴിഞ്ഞു ഗൈസ്, എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എനിക്കൊരു ഗിഫ്റ്റൊക്കെ തന്നു ക്ലബ് എഫ് എമ്മിൽ. പിന്നെ ക്ലബ് എഫ് എമ്മിന്
ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. നല്ല രസമുണ്ട്, ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ്. പോലെ പാവൻ്റെ ഹസ്ബൻഡ് എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. സ്നേഹനിധിയായ ഭർത്താവുള്ളതിൻ്റെ എൻ്റെ ഭാഗ്യം. ഞങ്ങൾ പോട്ടെ. ഇവിടെ എത്തിയപ്പോഴാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് RJ വിഷ്ണു. അവനും ഞാനും സെയിം സ്കൂളിൽ പഠിച്ചതാണ്. അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളത് റിയലൈസ് ചെയ്തത്, നമ്മൾ സെയിം സ്കൂളിൽ പഠിച്ചെന്നുള്ളത്. എന്തായാലും ഓക്കെ, ഞങ്ങളങ്ങ് പോട്ടെ. ഭയങ്കര സന്തോഷം. ഹാപ്പി ഹാപ്പി. എന്താ വിഷ്ണു പറയാനുള്ളത്? വളരെ നല്ലൊരു ഇതാണ്. ഇനി വെയിലത്ത് പോവാന്ന് പറഞ്ഞൊരു വലിയൊരു ടാസ്ക് മാത്രമേ ഞങ്ങളെ മുന്നിലുള്ളൂ. ക്ലബ് FM കുറച്ചും കൂടി നല്ല ഡ്രസ്സ് ഇടായിരുന്നില്ലേ? പക്ഷെ ഞങ്ങൾ 3 പേരുന്ന് ബ്ലാക്ക്, ഞാൻ ബ്ലാക്ക്, ഇവൻ ബ്ലാക്ക്, RJയും ബ്ലാക്ക്, 3 പേരും ബ്ലാക്ക്. കൊള്ളായിരുന്നു കാണാൻ. ഇതെന്താണല്ലോ നോക്കണ്ടേ? ഇവിടെ ഇങ്ങനെ ഒരു അമ്പലമുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വിഷ്ണു. വെയിൽ അനുപമ എന്താ നോക്കട്ടെ ടേസ്റ്റ്. എന്താ മേടിച്ചേ പറ. അനുഭവം ഓപ്പൺ ആവാത്തതുകൊണ്ട് ഗണേശൻ റോസ്റ്റഡ് കാഷ്യൂ. ഇത് ടെൻഡർ കോക്കനട്ട്. അനുപമ ഇസ് ബെറ്റർ. ഇതിന്റെ മുന്നിൽ തന്നെ പറ. കൊള്ളാം. എൻ്റെ പിന്നെ ഇഷ്ടമില്ല. അവിടെ കാഷ്യൂവിൻ്റെ ഒരു ടേസ്റ്റ് കുഴപ്പമില്ല. ശരിയാണല്ലോ. ഭയങ്കര വെയിലായതുകൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടൊരു എപ്പോഴെങ്കിലും ഒരു വെയിലൊക്കെ പോയ സമയത്ത് വന്നിട്ട് എയ്തറൊക്കെ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കണം. എന്നിട്ടൊരു പുതിയ എയ്തർ മേടിക്കണം.
ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി. സോ ഇതൊരു ഗിഫ്റ്റ് അവരെനിക്ക് തന്നതാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല, അതിലെന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഓക്കെ, സോ എനിവേ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ഹാപ്പിയാണ്. ഞാൻ ഒരിക്കലും ലൈക്ക് നമ്മൾ ആഗ്രഹിക്കില്ല കുറേ കാര്യങ്ങൾ, അപ്പം അത് നമ്മൾ നടക്കുമായിരിക്കും ഏതോ ഒരു കാലം എന്നൊക്കെ വിചാരിച്ചൊരു കാര്യം. അപ്പം ചിലർ ചിന്തിക്കുന്നുണ്ടാവും ലൈക്ക് എന്താണിപ്പം ഇവളെത്ര ഇൻ്റർവ്യൂ ചെയ്യാൻ, എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഇത്ര വലിയ കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ലൈക്ക് ഇപ്പം ഇതാർക്കും കേൾക്കണമെന്നോ അതെന്തായെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, അതായത് RJ വിഷ്ണു ആണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അവൻ പുതിയൊരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ന്യൂ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഇൻ ടൗൺ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ നമുക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ ഞാൻ ഭയങ്കര എന്താ പറയുക, ഞാൻ എൻ്റെ ലൈഫിൽ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ ഈ ഒരു ടൈം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്നൊക്കെ ചിന്തിക്കുന്നൊരു ടൈമില്ലേ, അതാണിത്. ലൈക്ക് എനിക്കിതൊരു വലിയ കാര്യമാണ്. വലിയ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. അത് എങ്ങനെ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്, എനിക്ക് അത്രേ പറയാനുള്ളൂ. സോ വെനസ്ഡേ ആയിരിക്കും ഇതിൻ്റെ ഔട്ട് വരുന്നത്. ലൈക്ക് FM-ലൂടെ നമ്മൾ കേൾക്കുന്നത് വെനസ്ഡേ ആയിരിക്കും. പിന്നെ ഇതൊരു വീഡിയോ ആയിട്ടൊക്കെ എഡിറ്റ് ചെയ്ത് പുറത്ത് വരാൻ കുറച്ച് ടൈം എടുക്കുമെന്നാണ് പറഞ്ഞത്. സോ വെനസ്ഡേ കേൾക്കുന്ന അതും കൂടെ കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ യൂണിവേഴ്സിനും ദൈവത്തിനും ഒക്കെ ഈ ഒരു അവസരത്തിൽ ഭയങ്കര നന്ദി പറയാണ്. കാരണം ഇതൊരു ചിലവർക്ക് ഇതൊരു കുഞ്ഞു കാര്യമായിരിക്കും, ഭയങ്കര ചെറിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടാവാം. പക്ഷേ എനിക്കിതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് ഒരു റിസൾട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണല്ലോ. അതെ. പിന്നെ ഞാൻ റിയലൈസ് ചെയ്യുന്ന കാര്യം, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യും, നമ്മൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്കതിലൊന്നും നടക്കാതെ പോയ ഒരുപാട് കാര്യങ്ങളാണ് ഉള്ളത്. ലൈക്ക് നടക്കുന്നതിനേക്കാൾ നടക്കാതെ പോയ കാര്യങ്ങളാണുള്ളത്. അപ്പം അന്നത്തേതിലും ഈ ഒരു വർഷത്തേതിലും തമ്മിലുള്ളൊരു വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നത്, അന്ന് ഞാൻ ഡ്രീം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ലൈക്ക് അതിനുവേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഈ വർഷം ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ആ ഒരു ഡ്രീമിലേക്ക്, എനിക്ക് ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിന് റിസൾട്ട് കിട്ടും എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എനിക്ക് സത്യം പറഞ്ഞ സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി കുഞ്ഞു കാര്യത്തിലടക്കി എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന സമയത്ത് ഒരു ക്ലബ് FM പോലുള്ള ഇത്രയും വലിയൊരു സംഭവം നമ്മളെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുമ്പം സോ ഹാപ്പി. അപ്പം ഓക്കെ, നമുക്ക് വെനസ്ഡേ കാണാം. അന്നത്തെ കൂടി എടുത്തിട്ട് ഞാൻ ഈ വീഡിയോ ഇട്ടുള്ളൂ. വെനസ്ഡേ ആയി. ഇന്ന് 4 മണിക്കായിരുന്നു ഷോ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 3 മണി വരെയാണ് ഷോ ഉള്ളത്. അപ്പം ഞാനിപ്പം അത് കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാനത് കേൾപ്പിച്ചുതരാം കുറച്ച് ഭാഗം. ക്ലബ് FM 104.8 ന്യൂ ക്രിയേറ്റർ ഇൻ ടൗൺ സെഗ്മെന്റിൽ എന്റെ കൂടെ ഉള്ളത് നമ്മുടെ ടൗണിലെ പുതിയൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് അഞ്ജലി കൃഷ്ണ. അഞ്ജലി, വെൽക്കം ടു ക്ലബ് FM. Thank you so much. New creator in town with RJ Vishnuraj. പുതിയ ക്രിയേറ്റർ ആണ് നമ്മുടെ ടൗണിലെ. ഈ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? കോണ്ടന്റ് ക്രിയേഷൻ ആക്ച്വലി ഞാൻ യൂട്യൂബിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു 2023 ഡിസംബർ സമയത്ത്. പക്ഷെ ഇങ്ങനെ കോണ്ടന്റ്, റിലേറ്റബിൾ കോണ്ടന്റ് ഒക്കെ ഇടാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ ഒരു ഫസ്റ്റ് വീക്ക് ആ ടൈം തൊട്ടാണ് ഞാൻ റിലേറ്റബിൾ കോണ്ടന്റ് ഡെയിലി ഇടാൻ. റിലേറ്റബിൾ കോണ്ടന്റ് എന്ന് പറഞ്ഞല്ലോ, നോർമലി എല്ലാവരും ചെയ്യുക ഫുഡ്, ട്രാവല് അല്ലെങ്കിൽ അൺബോക്സിംഗ് ടൈപ്പ് സാധനങ്ങൾ. ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്തതാണ്, അൺബോക്സിംഗ് ട്രൈ ചെയ്തതാണ്. പക്ഷെ ഞാൻ ഒന്നാമത് 2 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ടൈം ഒരുപാടുണ്ട്. അപ്പൊ ഞാന് ഫസ്റ്റ് ഒന്നും ഈ മലയാളത്തിൽ ഞാൻ സംസാരിച്ച് വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കാണുന്ന റീച്ചൊന്നും ഇല്ലായിരുന്നു. സംസാരിക്കുന്നതൊക്കെ ഒരു ഭയങ്കര സ്ലോ ആയിട്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനത് എങ്ങനെ ചെയ്യണം എന്നത് കുറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ നോക്കി പഠിച്ചു. അപ്പം പിന്നെ കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടിയപ്പോ പിന്നെ ഡെയിലി അങ്ങ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. റിലേറ്റബിൾ കോണ്ടന്റ് അമ്മ, ആന്റി, കുറ്റം പറയുന്ന കാർഡേഷൻ ആന്റി, എല്ലാവരും വിളിക്കുന്നത്. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയതായിരിക്കും അമ്മയാണ്. അമ്മ
ലൈക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു ആ കോഴിക്കോടൻ സ്ലാങ്ങിന്റെ അതാണ് ഞാൻ നോട്ട് ചെയ്ത് തുടങ്ങിയത്. അത് കോഴിക്കോട് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലാണ് ലൈക്ക് കുറെ കിട്ടിയത് എനിക്ക് തോന്നുന്നു. അതാണ് ലൈക്ക് കിട്ടിയത്. അതെങ്ങനെ കിട്ടാ ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യാന്നുള്ളത് എങ്ങനെ ചുമ്മാ മനസ്സിൽ വന്നതാ. കോഴിക്കോട് ഞാൻ എപ്പോഴും വിചാരിക്കായിരുന്നു ഈ കോഴിക്കോട് ചില ഈ അയമ്മ എന്നൊക്കെ പറയുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ എന്റെ ഫ്രണ്ട്സിന് പോലും കോഴിക്കോടാണെങ്കിൽ ഈ അയമ്മ എന്ന് പറഞ്ഞ വേർഡൊന്നും അറിയില്ല. അപ്പൊ ഞാൻ അന്നേ വിചാരിക്കുന്നു ചില ഭാഗത്ത് കോഴിക്കോട് സ്ലാങ് വേറെയാണ്, അപ്പൊ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അന്ന് ഇത്ര ചെയ്യാൻ കുറച്ച് ശരിയായിരുന്നു. പിന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ ചെയ്യാം. ഇപ്പം അനിയത്തിയാണ് ശരിക്കും കൂടുതലായിട്ട് ഈ കോണ്ടന്റ് ഇങ്ങനത്തെ ഈ കോഴിക്കോട് സ്ലാങ് സംസാരിക്കുന്ന ആള്. അപ്പൊ അവളാണ് കുറെ അതില് വാക്കുകളൊക്കെ എനിക്ക് പറഞ്ഞത്. അയമൊക്കെ ഉണ്ട് എപ്പോഴും പറയുന്ന വാക്ക. അങ്ങനെയാണ് ആ വീഡിയോ. ജനിച്ചെന്ന് പറഞ്ഞ പഠിച്ചതൊക്കെ അപ്പൊ ഇതില് ആന്റിയും അമ്മയുമാണ്. ഇത് സെയിം ക്യാരക്ടേഴ്സ് പോലെ അല്ലെങ്കിൽ റിലേറ്റബിൾ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നോക്കുന്നുണ്ട് കണക്ട് ചെയ്യുന്ന സംഭവങ്ങൾ എടുത്തത് കണ്ടന്റ് ആക്കും. പക്ഷെ അമ്മേന്റെ ഒന്നും ഉണ്ട് അങ്ങനെയല്ല. പക്ഷെ അത് ഞാൻ അല്ലാതെ പലരുടെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള അതൊക്കെ വെച്ചെടുക്കുന്നേ. എന്റെ അമ്മ ഈ ടൈപ്പ് അല്ല, വേറെ ടൈപ്പ് അമ്മയാണ്. ആന്റിമാരെ അധികം കടകൃഷ്ണ ആന്റിമാർ അതിലാണ് എല്ലാവർക്കും ഇഷ്ടം കാണാൻ. പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ടോ മറ്റേ കോണ്ടന്റ് ചെയ്ത കുട്ടി? ഇല്ല, വീടിന്റെ അടുത്തുള്ള ഇപ്പൊ ഹസ്ബൻഡിന്റെ വീടിന്റെ അടുത്തുള്ളവർക്കൊന്നും നമ്മളെ ഫസ്റ്റ് അല്ല കാണുന്നത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടൊരു 3 മാസമായിട്ടേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ വരുന്ന സമയത്ത് വീടിന്റെ അടുത്തുള്ള ഏട്ടന്മാരുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ, ഇന്നലെയാണ് കണ്ടു തുടങ്ങിയത്, ഫോളോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അങ്ങനെ എൻ്റെ ഒരു വലിയ സ്വപ്നം നടന്നു. സോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ അത് മൊത്തം ഇരുന്ന് കേട്ടു ഒക്കെ കഴിഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അപ്പോൾ ഇനി റീലായിട്ടൊക്കെ വരും, അപ്പം എൻ്റെ പേജിലുണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.